മക്കളെ, ഈ മഴക്കാലത്ത് നിങ്ങൾ കൂടുതൽ കട്ടിയുള്ള പേക്കൊന്നും തേച്ച് മുടി കളയരുത്. എങ്കിൽ നിങ്ങളുടെ മുടി നന്നായി വളരും ചെയ്യും. ഇത് കട്ടൻ ചായ മാത്രമല്ല മക്കളെ, ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കട്ടൻ ചായയിൽ കലക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ കോട്ടൺ എടുത്തിട്ട് കണ്ടോ, നിങ്ങളിങ്ങനെ വകച്ചിലിങ്ങനെ ഓരോന്നും എടുക്കുക. കണ്ടോ, വകച്ചിലിങ്ങനെ എടുക്കുക, ഇങ്ങനെ വകച്ചിലെടുക്കുക, ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക. കയ്യിലാക്കി ഇതാക്കിയാലും മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ എല്ലായിടത്തും കൂടി ആയതിൻ്റെ ശേഷം ഈ തലപ്പ് കൊണ്ടിട്ട് നിങ്ങൾ നല്ലൊരു മസാജ്, ഒരു 2 മിനിറ്റ് ഒരു മസാജ്, എന്നിട്ട് നിങ്ങൾ കെട്ടി വെച്ചിട്ട് നോർമൽ വെള്ളത്തിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീര്യം കുറഞ്ഞ ഷാമ്പു അല്ലെങ്കിൽ താളി കൊണ്ട് കഴുകി കളഞ്ഞ് നോക്കുക. നിങ്ങൾക്ക് കാണാം മുടി വളരുന്നത് കാണാം, കൊഴിച്ചിലൊക്കെ അവിടെ നിൽക്കും. അതുപോലെ നിങ്ങളുടെ മുടി ചകിരി പോലുള്ളതൊക്കെ ഡ്രൈ മുടിയൊക്കെ ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ടുള്ള ഹെയർ, അതൊക്കെ നിങ്ങൾക്ക് നല്ല സ്മൂത്തി ആയി വരും. അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പാക്ക് ഡെയിലി ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം സൗകര്യം പോലെ, തല കുളിക്കണ ദിവസം മാത്രം, ഉണക്കാൻ പറ്റാത്ത ദിവസം നിങ്ങൾ തലമുടി കുളിക്കരുത് കേട്ടോ, ദേഹം മാത്രം കുളിച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വേണം, പിന്നെ ഇത്ര വെള്ളം വേണം. എന്നിട്ട് നമ്മളിത് അടുപ്പിലേക്ക് വെച്ചു, ഇത് കത്തിക്കട്ടെ. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ചേർക്കുക. ഇത് വലിയ ടീസ്പൂണാണ് കേട്ടോ, അത്യാവശ്യം മാത്രം മതി. ഇനി അതേ നമ്മൾ തിളച്ചിട്ട് അത്യാവശ്യം ഒന്ന് വറ്റണം. ഇതിങ്ങനെ തിളച്ച വഴിക്ക് വാങ്ങി വയ്ക്കരുത് കേട്ടോ. ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇങ്ങനെ തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കുറുകട്ടെ. ഇതിൻ്റെ സത്ത് മുഴുവനായിട്ടും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. അപ്പം നമ്മളെ ചായ നല്ല കടുപ്പുള്ള ചായ വരും. നമുക്ക് ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നന്നായി തിളച്ച് കുറുകി ഒരു 5 മിനിറ്റ് നല്ല കുറുകണം. അല്ലാതെ നിങ്ങൾ തിളച്ച വഴിക്ക് ആരും വാങ്ങി വയ്ക്കരുത് കേട്ടോ. പിന്നെ പ്രത്യേകം പറയുന്നു, പഞ്ചസാര ഒന്നും ചേർത്തതല്ല കേട്ടോ. കട്ടൻ ചായ പറയുമ്പോൾ പഞ്ചസാര ഇല്ലാത്തതാണ് കേട്ടോ, ഡിക്കോഷൻ. അപ്പോൾ നമ്മൾ ഇതൊരു 5 മിനിറ്റ് ഇനിയും തിളയ്ക്കട്ടെ. അപ്പം നമ്മളുടെ കട്ടൻ ചായ ഇതാ 5 മിനിറ്റൊക്കെ തിളച്ചു, ഇത് കുറുകി വന്നു. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി തണുക്കാൻ വെക്കണം. ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് അടുത്ത നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പം നമ്മളിത് പെട്ടെന്ന് തണുക്കാൻ നമുക്ക് എന്താ വെച്ചാൽ ഒരു പ്ലേറ്റിൽ ഇത്തിരി വെള്ളം വെച്ചു, അതിലാണ് ഇറക്കി വെച്ചപ്പോൾ പെട്ടെന്ന് തണുത്തു കേട്ടോ. അപ്പോൾ തണുക്കാതെ കാലും അരിക്കരുത്, തണുത്തിട്ട് മതി കേട്ടോ. അപ്പോഴാണ് ഇതിലേക്ക് എസൻസ് ചാടുള്ളൂ, അല്ല ഇറങ്ങുള്ളൂ. നമ്മൾ ശരിക്കാണെങ്കിൽ ഇത് തലേ ദിവസം തിളപ്പിച്ച് വെക്കാം കേട്ടോ. എന്നിട്ടാണ് അടച്ച് വെച്ചാൽ അതിലേക്ക് എസൻസ് നന്നായി ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെ കൊണ്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചെന്ന് മാത്രം. നിങ്ങളൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചോട്ടോ, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഒന്ന് തണുപ്പിക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. തലയിലേക്ക് ഒരു ഇതും പാടില്ല, മഴക്കാലത്ത് പ്രത്യേകിച്ചും കരട് പാടില്ല. അപ്പം നന്നായി അരിച്ചു കണ്ടോ. ഇപ്പോൾ നമ്മളെ കട്ടൻ ചായ നല്ല ചൂടാറി. മക്കളെ, ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ ഈ ഉണ്ടാക്കിയ കട്ടൻ ചായ, നിങ്ങൾ ഉണ്ടാക്കുന്ന കട്ടൻ ചായ, അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 or 3 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇതിൽ പൊട്ടിച്ചൊഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തേക്ക എടുക്കുന്ന സമയത്ത് മാത്രം, അത് കലക്കി വെച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം തേക്കാനുള്ളതിൽ ഒരു ഗുളികയെങ്കിലും തേക്കണം. അപ്പോൾ ഞാനിതൊന്നും ഒരു ദിവസം തേക്കണുള്ളൂ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണമൊന്നുമില്ല. എനിക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ളതാണ്, നാളെ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ, അപ്പോൾ ഈ ഹെയർ പാക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ ഇന്ന് ഇത് തലയിൽ തേക്കും. അപ്പോൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നിങ്ങൾ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് പുറത്തേക്ക് വെക്കണം കട്ടൻ ചായ. എന്നിട്ട് പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പുറത്ത് വെക്കരുത് കേട്ടോ. കട്ടൻ ചായക്ക് മണം മാറും, അപ്പോൾ ഗുണം കുറയും. അപ്പോൾ കണ്ടോ, നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിൽ പൊട്ടിച്ചൊഴിക്കാം. ഒരു 4-5-6 തുള്ളി ഉണ്ട് കേട്ടോ ഇതിൽ വിറ്റാമിൻ ഇ. ഇനി അതവിടെ ഇരിക്കട്ടെ. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ടീസ്പൂണോട് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ എണ്ണ അല്ലെങ്കിൽ മുകളിൽ വന്ന് പാറിയത് അതേപോലെ നിൽക്കും കണ്ടോ, ഇങ്ങനെ നിൽക്കും. ഇത് ഇങ്ങനെ നിൽക്കാതിരിക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നിങ്ങൾ 2 മിനിറ്റ് നന്നായിട്ട്, നമ്മളെ കോഴിമുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെ ടീസ്പൂൺ കൊണ്ട് അടിക്കും എന്ന പോലെ അടിച്ചിട്ട് ഈ ചായയുടെ കൂടെ ഇതിനെ മിക്സ് ചെയ്യാൻ 2 മിനിറ്റ് നിങ്ങളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എണ്ണയും പിന്നെ ചായയും കൂടി ഒരേപോലെ മിശ്രിതമായി നിൽക്കും. മറ്റേത് എണ്ണ മുകളിൽ വന്ന് നിൽക്കും, നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും ഇത് എത്തില്ല. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി,
സ്പ്രേ കുപ്പിയിലേക്ക് ഇതാണ്ട് ഒഴിച്ച് വെക്കുക. കണ്ടോ, ഇത് ഇതിലാണ്ട് ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഇതിങ്ങനെ അടച്ചതിൻ്റെ ശേഷം നല്ലോണം എനിക്ക് ഇരിക്കിയാലും മതി. കണ്ടോ, ഇങ്ങനെ കുലുക്കുക ഇതിലാണ്ട് ആക്കിയതിൻ്റെ ശേഷം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ഇതിലാക്കി വെക്കണമൊന്നുമില്ല, കുളിക്കുമ്പോൾ തേക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നൊന്നുമല്ലോ. എന്നിട്ട് നിങ്ങൾ കുളിക്കണ സമയത്ത് ഇത് നല്ല തലയോട്ടിയിലാണ് അത് തേച്ച് പിടിപ്പിക്കേണ്ടത്. നല്ല സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്യുക, അങ്ങനെ സ്പ്രേ അടിച്ചതിൻ്റെ ശേഷം മസാജ് ചെയ്യുക കേട്ടോ നമ്മൾ ചെയ്യുക. അതിൻ്റെ മുന്നേ ഇത് മസാജ് ചെയ്യണതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പല്ല് അകലുള്ള ചീർപ്പെടുത്തിട്ടേ നമ്മളെ മുടിയിലത്തെ കൂടൊക്കെ നമ്മൾ കൈകൊണ്ട് വേടർത്തി കളയണം മക്കളെ, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും. ചീർപ്പോണ്ട് മാത്രം ചെയ്യരുത്. കൂട് കറുത്തതിൻ്റെ ശേഷം നമ്മൾ തലയോട്ടിയെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കണ്ടോ, തലയോട്ടിയിൽ നല്ലൊരു രക്തയോട്ടം കൂടാനേ അവിടെ ഒരു ഓട്ടോറിക്ഷ പോകട്ടോ, അതങ്ങനെ ഓരോ സൗണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തലയോട്ടിയിലെങ്കിലും നന്നായിട്ട് ഇങ്ങനെ അമർത്തി ചെയ്യണം കേട്ടോ, ഒരു രക്തയോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നോ, ഇപ്പോൾ നമ്മൾ നന്നായി ചീന്തി നമ്മളെ തലപ്പൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇതങ്ങനെ എടുത്തു. തലപ്പത്തുനിന്ന് കേട്ടോ ആദ്യം നമ്മൾ കൂടറക്കേണ്ടത്. തലപ്പത്തുനിന്ന് ഇങ്ങനെ കൂടർത്തതിൻ്റെ ശേഷം കൈകൊണ്ട് ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കിയ മുടിയാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മൾ തലപ്പത്ത് കൂടില്ലെങ്കിൽ തന്നെ കുറേ രക്ഷയാണ് കേട്ടോ. എനിക്ക് പനിയ കുട്ടികളെ, അതുകൊണ്ട് ഞാൻ ഒരുപാട് ശുശ്രൂഷയും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് അങ്ങനെയൊക്കെ കേട്ടോ. കുളിക്കണ സമയത്ത് എനിക്കിപ്പോൾ അത് തേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ തലപ്പത്തെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം കണ്ടോ, ഇതെന്താ എണ്ണ അറിയോ, നമ്മളെ രാജീസ് കേശസഞ്ജീവനി കണ്ടല്ലോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവരൊക്കെ ഓർഡർ എടുത്തോളൂ കേട്ടോ. ഇത് നല്ല എണ്ണയാണ് മക്കളെ, എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റി എനിക്ക് മുടി വളർത്തി തന്ന എണ്ണയാണ്. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഇത് പ്രിപ്പയർ ചെയ്ത് ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. ഒരുപാട് പേര് കൊണ്ടുപോകേണ്ട, രണ്ടാമതും മൂന്നാമതും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കണ്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് തോനെ വേണ്ട കേട്ടോ, നമ്മളെ എണ്ണ കണ്ടോ 2, 3, 4 തുള്ളിയേ വേണ്ടു രാവിലെ കണ്ടോ. നല്ല ഇത്രയേ വേണ്ടു കണ്ടോ, ഇത്രയേ വേണ്ടു. നമ്മളെ ചായയിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടാവുക കാരണം നമ്മളുടെ ഈ എണ്ണ ഇത്രയേ വേണ്ടു കണ്ടോ. ഇത് കയ്യിലിട്ട് നന്നായി ചൂടാക്കുക. ഞാൻ ഈ പറയുന്ന ചൂടാക്കൽ എല്ലാവരും, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഉണ്ടോയെന്ന്. അപ്പം ഞാൻ ഒരുവിധം വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്, ഇതായിട്ട് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, നമ്മളെ രാജീസ് കേശസഞ്ജീവിനി ഇങ്ങനെ തേക്കുക, നല്ല ചൂടായിട്ടോ കയ്യിൽ കണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ കണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുക കണ്ടോ. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് നമ്മൾ രാവിലെ എണീറ്റ വഴിക്ക് ഇതിങ്ങനെ ചെയ്തിട്ട് കെട്ടി വെച്ചോളൂ നിങ്ങൾ മുടി കേട്ടോ. അപ്പോൾ നമ്മൾ രാജീസ് കേശസഞ്ജീവനി അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നമ്മളെ മുടിയിൽ നല്ല മസാജ് ഇങ്ങനെ പോകണം കേട്ടോ, നല്ല വൃത്തിയിൽ മസാജ് ചെയ്തോളൂ. എനിക്കിങ്ങനെ പനി ഉണ്ടാവുകൊണ്ട് ഒരുപാട് ഇതിങ്ങനെ ശുശ്രൂഷ ചെയ്ത് തേച്ചാൽ എനിക്ക് അറിയാലോ, പനിക്കണ ഒരാൾ എങ്ങനെ എണ്ണ ഒരുപാട് തേക്കാനും പറ്റില്ല, അത് ഒരുപാട് മസാജ് ചെയ്ത് നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്യാനും പറ്റില്ല, അതേപോലെ കേട്ടോ. അപ്പോൾ നമ്മൾ തലപ്പത്തും വേണം കേട്ടോ തേക്കിയ കണ്ടോ. എന്തെടുത്താലും നിങ്ങൾ മുടിയുടെ തലപ്പത്ത് ഇത്തിരി തേക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ് വരും മുടിക്ക്. നമ്മൾ ഷാമ്പു തേച്ച ദിവസമൊക്കെ നിങ്ങൾ 2 തുള്ളി എണ്ണ ഇങ്ങനെ കയ്യിൽ തലപ്പത്ത് കേട്ടോ, മുടിയുടെ തലപ്പത്ത് കയ്യിലെടുത്ത്, അത് ചൂടാക്കണം എന്നൊന്നുമില്ല കണ്ടോ. തലപ്പത്ത് ഇത്തിരി ഇങ്ങനെ തേച്ച് വിടണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ തലപ്പത്ത് തേച്ചു കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹെയർ പാക്ക് തേക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ മുടിയൊക്കെ മുടിയിൽ എണ്ണയൊക്കെ തേച്ചു. ഇനി നിങ്ങൾ 20 മിനിറ്റ് ഇരുന്നോളൂ കേട്ടോ, മുടി കെട്ടി വെച്ചിട്ട് 20 മിനിറ്റ് ഇരുന്നോളൂ. അതിൻ്റെ ശേഷമാണ് നമ്മൾ ചായ തേക്കാൻ പാടുള്ളൂ. ഈ ചായപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഫേൻ അടങ്ങിയിട്ടുണ്ട് ചായപ്പൊടിയിൽ. അത് കാരണം നമ്മളെ മുടിക്ക് നല്ല രക്തയോട്ടവും മൃദുത്വവും കറുപ്പ് കളറും അതുപോലെ വളരാനുള്ള ഫാസ്റ്റിങ്, പെട്ടെന്ന് മുടി വളരാനും എല്ലാത്തിനും സഹായിക്കും നമ്മളെ ഈ ചായപ്പൊടിയുടെ വെള്ളം കേട്ടോ. അപ്പം നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി കൂട്ടിയാലോ അതിൻ്റെ ഗുണം ഇരട്ടിയായി. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കൂട്ടിയാലും നമ്മളെ മുടിക്ക് നല്ല രക്തയോട്ടവും ഒക്കെ കിട്ടി നമ്മളെ മുടി നന്നായിട്ട് കറുത്ത് തഴച്ച് വളരും, അകാലനരയൊക്കെ കുറയ്ക്കും കേട്ടോ. നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും കട്ടൻ ചായയും കൂടി നിങ്ങൾക്ക് ദിവസേന വേണമെങ്കിലും തേക്കാം. അപ്പോൾ ഒരുപാട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് കുത്തി കലക്കി വെക്കൊന്നും അരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഇത് നമ്മളെ തലയിലേക്ക് വേണ്ടു. അപ്പോൾ നമ്മളെ ഈ കേശസഞ്ജീവനി ഒരു 2 തുള്ളി അപ്പം നിങ്ങൾ തേക്കാവുള്ളൂ. അതും ഇതും കൂടി ആകെ എണ്ണ കുളുക്കനായി വരുത് കേട്ടോ. എന്നിട്ട് നിങ്ങളിങ്ങനെ തേച്ച ദിവസം നിങ്ങൾക്ക് മൈൽഡായിട്ട്
മൈൽഡായിട്ടൊരു ഷാമ്പുവോ അല്ലെങ്കിൽ നമ്മൾക്കൊരു ചെമ്പരത്തിപ്പൂവ് ഞെരടി പിഴിഞ്ഞിട്ട് ചെമ്പരത്തിയുടെ ഇലയും കൂടി ഞെരടി പിഴിഞ്ഞിട്ട് ഒരു താളി ഉണ്ടാക്കുക. എന്നിട്ട് ആ താളി ഇട്ടിട്ട് ഈ എണ്ണമെഴുക്ക് കളയണം. ഈ മഴക്കാലം കൊണ്ട് പ്രത്യേകിച്ചും മക്കളെ എണ്ണമെഴുക്ക് നന്നായി കഴുകി കളയണം കേട്ടോ. നിങ്ങളെ ആഴ്ചയിൽ ഒരു ദിവസം തല കുളിക്കണ ആളുണ്ടാവും, ആഴ്ചയിൽ 2 ദിവസം തല കുളിക്കണ ആളുണ്ടാവും. അതിനൊന്നൊരു പ്രശ്നമില്ല, കുളിക്കണ ദിവസം മാത്രം നിങ്ങളിത് തേച്ചാൽ മതി. പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് രാത്രി കിടക്കുമ്പോൾ ഈ എണ്ണ തേക്കാവോ? ഈ എണ്ണ മാത്രം നമുക്ക് തലയിൽ 2 തുള്ളി, ഞാൻ ഇപ്പോൾ കണ്ടില്ലേ 2 തുള്ളി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ചൂടാക്കിയാൽ നമ്മളെ കയ്യിൽ മാത്രമേ ഒരു മിനുസം വരുള്ളൂ കേട്ടോ. ആ എണ്ണയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ തലയോട്ടിയിൽ മസാജ് ചെയ്ത് രാത്രി കെട്ടി വയ്ക്കുക. രാവിലെ നിങ്ങൾക്ക് പിന്നെ എണ്ണ തേക്കണമെങ്കിൽ 2 തുള്ളി കൂടി എടുത്ത് തേച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോഴും നമ്മൾ ഒന്ന് മിഴുക്കിളക്കണം കേട്ടോ. ഇച്ചിരി ഷാമ്പു തേച്ച് ചറപറപറാന്നാക്കരുത് മുടി കേട്ടോ. പിന്നെ ഷാമ്പു തേച്ച ദിവസം നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചും കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? കണ്ടീഷണർ തലയോട്ടിയിൽ ആരും വെച്ച് തേക്കരുത് കേട്ടോ. അത് ഇഴകളിലേ ആക്കാവുള്ളൂ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ തലപ്പത്തും ഇഴകളിൽ മാത്രമേ. ഈ കണ്ടീഷണർ തലയോട്ടിക്ക് ഗുണം ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഷാമ്പു തേച്ച് മുടി വല്ലാതെ ഭൂന്നാവുക വെച്ചാൽ നമ്മൾ കണ്ടീഷണർ എല്ലാവരും തേക്കുന്നുണ്ട് ഇന്നത്തെ കാലം. പണ്ടൊന്നും കണ്ടീഷണർ തേക്കില്ല കേട്ടോ. നമ്മളെ കണ്ടീഷണർ വെളിച്ചെണ്ണയായിരുന്നു പണ്ടത്തെ കാലത്ത് കേട്ടോ. എന്ത് തേച്ച് മുടി എന്താ പറയുക എണ്ണ പറ്റ പോയാലും നമ്മളൊരു മിഴുക്ക് കയ്യിലേക്ക് ഒരു മിഴുക്ക് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തലപ്പത്തേറ്റ് ഇങ്ങനെ കൈ ഉണ്ടാക്കും. തലപ്പിനെ എപ്പോഴും നിങ്ങൾ കളയരുത് കേട്ടോ. തലപ്പ് പൊട്ടി നിൽക്കും. തലപ്പ് പൊട്ടി നിന്നാൽ നിങ്ങൾക്ക് മുടി വളരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കേണ്ടതും കട്ടൻ ചായയിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കേണ്ടതും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിത് കണ്ടോ, എൻ്റെതങ്ങനെ എണ്ണയും ഇതും കൂടി ഇങ്ങനെ കലർന്ന് നിൽക്കണം. അപ്പം മക്കളെ എനിക്കിന്ന് പനി കാരണം ഇപ്പം തന്നെ തേക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ പറയൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയി. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാനിത് തലയിൽ ഒന്ന് തേക്കും. ഞാനിന്ന് തേച്ചാൽ പെട്ടെന്ന് കഴുകി കളയും കേട്ടോ. അത് നശിപ്പിച്ച് കളയൊന്നുമില്ല, അത് നല്ല സാധനമല്ലേ. അപ്പം ഞാനിത് 10 മിനിറ്റ് തലയിൽ വെക്കുള്ളൂ ഇന്ന്. അപ്പോൾ കുളിമുറിയിലേക്ക് കയറുന്ന സമയത്ത് ഇത് തേക്കും. എന്നിട്ട് ഞാൻ മേല് തേച്ച് കളഞ്ഞ വഴിക്ക് ഇത് കഴുകി കളയും. ഇന്ന് ഞാൻ ഷാമ്പു ഒന്നും തേക്കില്ല, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അല്ല നിങ്ങളാണെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്നോ, സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടൻ്റെ പഞ്ഞി ഇതിലെടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ അപ്ലൈ ചെയ്യുക വെച്ചാൽ ഇതിങ്ങനെ കയ്യിൽ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ ഓരോ ഇഴ ഇങ്ങനെ പകുത്തിട്ട് വേണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഇഴ പകുത്തിട്ട് നിങ്ങളിങ്ങനെ തലയോട്ടിയിൽ ഇതിങ്ങനെ കാണിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അത് എല്ലായിടത്തും ആയതിൻ്റെ ശേഷം നല്ലൊരു മസാജ്, മനസ്സിലായില്ലേ? നല്ലൊരു മസാജ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നോർമൽ ഷാമ്പു എടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ.